വിജയ് ഹസാരെ ട്രോഫി ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സൂപ്പർ താരം സഞ്ജു സാംസൺ ഇല്ല. സഞ്ജു ടീമിന്റെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാത്തതിനാൽ ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ ക്യാമ്പ് ഉപേക്ഷിച്ച് വിശ്രമം എടുക്കാനുള്ള സഞ്ജു സാംസന്റെ തീരുമാനം ഇന്ത്യൻ ഏകദിന ടീം സെലക്ഷൻ സാധ്യതയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് പൊതുവായ നിഗമനം. അതേസമയം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 2020 ക്രിക്കറ്റിൽ കേരളത്തിന്റെ ക്യാപ്റ്റനായിരുന്നു സഞ്ജു സാംസൺ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് ശേഷം ആവശ്യമായ വിശ്രമം സഞ്ജു സാംസണിന് ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവം. കാരണം ബംഗ്ലാദേശിനും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരായ 2020 പരമ്പരയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ആഭ്യന്തര 2020 ടൂർണമെന്റായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി പോരാട്ടം. ഏതായാലും 2025 ICC ചാമ്പ്യൻസ് ലീഗ് ഏകദിന ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങൾ അടുത്തു വരുന്നതിന്റെ ഇടയിൽ സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. വിജയ് ഹസാരെ ട്രോഫിയിലെ പ്രകടനങ്ങൾ ചാമ്പ്യൻ ട്രോഫിക്കുള്ള ഇന്ത്യയുടെ ടീം സെലക്ഷനെയും സ്വാധീനിക്കും. സഞ്ജു ഈ ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ദേശീയ സെലക്ടർമാരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കില്ല. ചുരുക്കി പറഞ്ഞാൽ വിജയ് ഹസാരെ ട്രോഫിക്ക് മുന്നോടിയായുള്ള കേരള ക്യാമ്പിൽ നിന്ന് സ്വയം മാറി നിന്നത് സഞ്ജുവിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലാണ് സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി അവസാനമായി ഏകദിന ക്രിക്കറ്റ് കളിച്ചത്. ഏകദിനത്തിൽ കന്നി രാജ്യാന്തര സെഞ്ചുറിയും ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ സഞ്ജു സാംസൺ സ്വന്തം പേരിലാക്കിയിട്ടുണ്ടായിരുന്നു. വിജയ് ഹസാരെ ട്രോഫിയിൽ പങ്കെടുത്ത് ICC 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ദേശീയ ടീമിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കാനുള്ള അവസരം സഞ്ജു സാംസൺ നിലവിൽ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. സഞ്ജു സാംസണിന്റെ അഭാവത്തിൽ സൽമാൻ നിസാറാണ് കേരളത്തിന്റെ ക്യാപ്റ്റൻ. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യക്ക് ഇംഗ്ലണ്ടുമായി പരമ്പരയുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിൽ 5 2020യും 3 ഏകദിന മത്സരങ്ങളുമാണ് ഉള്ളത്. ഈ പരമ്പരയിൽ ഇന്ത്യൻ ഏകദിന ടീമിൽ കയറാനുള്ള സാധ്യതയും വിജയ് ഹസാരെ ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയാൽ സഞ്ജു സാംസണ് ലഭിക്കുമായിരുന്നു എന്നും കരുതപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിനേക്കാൾ 2020 ടീമിൽ ഇടം ഉറപ്പിക്കാനാണ് സഞ്ജു സാംസൺ ശ്രദ്ധിക്കുന്നത് എന്നതും നിരീക്ഷിക്കുന്നുണ്ട്. 2021 ജൂലൈ 23 ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിലൂടെയായിരുന്നു സഞ്ജു സാംസന്റെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് അരങ്ങേറ്റം. 2023 ഡിസംബർ 21 ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ ഏകദിനത്തിന് ശേഷം ഇന്ത്യയുടെ ഏകദിന ടീമിൽ താരം ഉൾപ്പെട്ടിട്ടില്ല. രാജ്യാന്തര ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി 16 മത്സരങ്ങളിൽ ഇറങ്ങി. 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 510 റൺസ് സഞ്ജു സാംസൺ സ്വന്തമാക്കി. 108 ആണ് ഉയർന്ന സ്കോർ.